ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു സെയിൽസ് വീഡിയോ ആണ്. എന്നാലും ഞാൻ പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അധികം വെള്ളമൊന്നും വേണ്ടാതെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നിടത്ത് വെച്ച് വളർത്തുകയാണെങ്കിൽ നന്നായിട്ട് പൂവിടുന്ന ഒരു പ്ലാന്റാണ് അഡീനിയം പ്ലാന്റ്. മഴക്കാലത്ത് നമ്മൾ പൊതുവെ ഇത് അധികം മഴയൊന്നും കൊള്ളാതെ പരിപാലിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വളർത്താനായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ അഡീനിയം. അപ്പോൾ ഈ പ്ലാന്റിനെ നമ്മൾ ഡെസേർട്ട് റോസ് എന്നും അറിയപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മരുഭൂമിയിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ എന്താ പറയുക ഉൽപ്പത്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്വഭാവത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് വെള്ളമൊന്നും ഈ പ്ലാന്റിന് ആവശ്യമില്ല. അത്യാവശ്യം ഇതിന് വെള്ളം കിട്ടുന്ന സമയങ്ങളിൽ തന്നെയായിട്ട് ഇതിൻ്റെ കോഡക്സിൽ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെ വളരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം 3-4 ദിവസമൊന്നും വെള്ളം ഒഴിച്ചില്ല എന്ന് കരുതി ചെടിക്ക് യാതൊരുവിധ കേടുപാടുകളോ വാട്ടോ ക്ഷീണോ ഒന്നും തന്നെ വരാൻ പോകുന്നതല്ല. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പ്ലാന്റുകൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ്. ഒട്ടുമിക്ക പ്ലാന്റുകളും ബഡും ഫ്ലവറും എല്ലാം ഉള്ള പ്ലാന്റുകളാണ്, അല്ലെങ്കിൽ ബഡ് വരാനായിട്ടുള്ള പ്ലാന്റുകൾ ഒക്കെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. അപ്പം നമുക്ക് ഈ പ്ലാന്റ് കൈ കിട്ടുമ്പോൾ നിങ്ങളുടെ പരിചരണം എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം കൊടുത്ത് നനവും കാര്യങ്ങളെല്ലാം കൊടുത്ത് വലിയ വലിയ ഗ്രീൻ ഹൗസുകളിൽ വളർത്തുന്ന പ്ലാന്റുകളാണ്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഈ പ്ലാന്റുകൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാക്സിമം അതിൻ്റെ പോട്ടിംഗ് മിക്സ് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ സാധാരണയായിട്ട് നടാനായിട്ട് ഉപയോഗിക്കുന്ന മണൽ, കുറച്ച് ഗാർഡൻ സോയിൽ, പിന്നെ കമ്പോസ്റ്റ് ഏതെങ്കിലും, അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം പൊടിച്ചതോ ചാണകപ്പൊടിയോ എല്ലുപൊടി അതെല്ലാം ചേർത്ത് നമ്മളൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ട് അതിൽ നടുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ല ഒരു പോട്ടിംഗ് മിക്സ് ആയിട്ട് പറയുന്നത്. അങ്ങനെ നമ്മൾ നടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലാന്റിന് പ്രത്യേകിച്ച് വലിയ കേടുപാടുകളും കാര്യങ്ങളൊന്നും തന്നെ വരുന്നതായിരിക്കില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ കാണുന്നതൊക്കെയാണ് നമ്മളുടെ പ്ലാന്റുകൾ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഞാൻ കാണിച്ചു തന്നായിരുന്നു. കണ്ടോ, ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകളുടെ നമ്മളുടെ പ്രൈസ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ 100 രൂപയുടെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോ ഇട്ട ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാ പ്ലാന്റ്സും സെയിലായി പോയായിരുന്നു. നമുക്ക് പിന്നെ ആ ഒരു റേഞ്ചിലുള്ള പ്ലാന്റ് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒരുപാട് ആളുകൾ ആ ഒരു റേറ്റിലുള്ള പ്ലാന്റുകൾ ചോദിച്ച് ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് അവൈലബിൾ അല്ല. അങ്ങനെ നമുക്ക് 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതണം. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് റീസണബിൾ ആയിട്ടുള്ള പ്ലാന്റുകളുടെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മളുടെ എനിക്കറിയാവുന്ന രീതിയിലുള്ള ചെറിയ കുഞ്ഞു ടിപ്സുകളും കാര്യങ്ങളും എല്ലാം എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക്